ഇത്തവണ നിങ്ങൾ സമർപ്പിച്ച പൊങ്കൽ പൂജ ഞാൻ മനസ്സാലെ സ്വീകരിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് തണുത്തിരിക്കുന്നു. എന്റെ മനസ്സ് കുളിർപ്പിച്ച എന്റെ ഈ മക്കൾക്ക് ഞാൻ എന്നും തുണയായി നിന്ന് ചോദിച്ചതെല്ലാം നൽകും. ചോദിക്കേ. നമസ്കാരം സ്വാമി. എന്റെ പേര് പരമേശ്വരി. ഞാൻ വൈക്കത്തുനിന്നാ വരുന്നത്. എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാനായി ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി പയ്യനും അന്വേഷിച്ചു സ്വാമി. എല്ലാരും പറയുന്നത് ചൊവ്വാദോഷമുള്ള എന്റെ മകളെ കല്യാണം കഴിക്കുന്നോ മരിക്കുമെന്ന്. അതും പറഞ്ഞുകൊണ്ട് ഒരുത്തനും ഇവളെ കല്യാണം കഴിക്കാൻ വരുന്നില്ല. ഇവൾക്ക് താലി ഭാഗ്യം ഉണ്ടോന്ന് നിങ്ങൾ തന്നെ പറയണം സ്വാമി. എന്നെ വിശ്വസിച്ച് എന്റെ അടുത്ത് വന്ന സമയം മുതല് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കണ്ടെത്തി എന്നും ഞാൻ അവൾക്ക് തുണയായിരിക്കും. ശരി സ്വാമി. ശരി, പോ. സ്വാമി, എന്റെ ഭർത്താവിന്റെ ബിസിനസ് ലോസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോഴാ ഞങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാവുക? ഇനി മുതൽ നിന്റെ ഭർത്താവ് തൊട്ടതെല്ലാം പൊന്നാവും. ദോഷങ്ങളെല്ലാം തീരും. സമാധാനായിട്ട് പോ. ഞാൻ എന്റെ കൂടെ. സ്വാമിയാണ് വിശ്വസിക്കുന്നത്. ശരി സ്വാമി. ഈ നാട്ടുകാർക്ക് ഉത്തരം പറഞ്ഞു. നിന്റെ കൂടെ പറഞ്ഞോൾക്ക് ഒരു പരിഹാരം പറ. നീ ചോദിക്കേ. ഈ ലോകത്തില് ദോഷങ്ങളെല്ലാം നശിച്ച് നല്ല നടക്കണമെങ്കിൽ ഒരു നല്ലവന് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങളെ കൊണ്ട് അവൻ എന്താണ് ഉപേക്ഷിക്കേണ്ടി വരാ, ഏതാണ് ഉപേക്ഷിക്കേണ്ടി വരാന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചേ മതിയാവൂ. അങ്ങനെ ഒരു നഷ്ടം നിനക്കുണ്ടാവും. ആ നഷ്ടം സംഭവിക്കുന്നത് നിന്റെ കഴുത്തിൽ വീഴുന്ന താലി കൊണ്ടായിരിക്കും. അത് താലിയല്ല, നിന്റെ കഴുത്തിൽ വീഴുന്ന കുരുക്ക. അത് സംഭവിക്കും. അത് സംഭവിച്ചേ മതിയാവൂ. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെയാ പറഞ്ഞത്. കേട്ടത് ഞങ്ങൾ തളർന്നുപോയി. നാട്ടുകാർക്കൊക്കെ നല്ലത് പറഞ്ഞു. നിന്റെ അനുജത്തിക്ക് ഒരു നല്ല കാര്യം പറഞ്ഞൂടെ? അപ്പൊ ഒന്ന് നിർത്താൻ പറയായിരുന്നില്ലേ? നിന്റെ മേലെ സ്വാമി ഉണ്ടായിരുന്നു, എങ്ങനെ നിർത്താനാ? പറഞ്ഞ നിനക്ക് ഇങ്ങനെയാണെങ്കിൽ കേട്ട ആ കുട്ടിയുടെ വിഷമം ഒരു എന്തായിരിക്കും? കുഴപ്പമില്ല. അതെ, നിങ്ങൾ എല്ലാരും കൂടി അത് തന്നെ പറഞ്ഞ് എന്റെ ഏട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കുക. എഴുന്നേറ്റ് പോയിക്ക എല്ലാരും. ഏട്ടനിങ് വാ. എന്താ ഏട്ടാ ഇപ്പോഴും അതന്നെ ആലോചിച്ചോണ്ടിരിക്കുക? ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ അത് പറഞ്ഞത്, അല്ലാതെ എന്റെ ഏട്ടനാണോ പറഞ്ഞത്? ഏട്ടൻ ഇവിടെ ഉള്ളപ്പോ ആ ദൈവമൊന്നുമല്ല, വേറെ ആര് വന്നാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാണ് ഏറ്റവും വലുതെന്ന് അവൾ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കെന്നും വലുത് എന്റെ ഈ അമ്മ തന്നെയാ. പാർവതിക്ക് എന്ത് ദോഷം വരാമെന്ന് എനിക്കറിയില്ല. ഏത് ദോഷവും മല പോലെ വന്നാലും മഞ്ഞു പോലെ ഒരുകാനായിട്ട് അമ്മയൊന്നും കൂടെ ഉണ്ടാവണം. ചേട്ടാ, ഒന്നിനും വിഷമിക്കില്ല ചേട്ടാ. നമ്മുടെ കറുപ്പന്റെ അമ്പലത്തിൽ പോയി കല്യാണം ഇട്ട് നോക്കാം. നിങ്ങൾക്കൊക്കെ നല്ലതേ നടക്കുള്ളൂ. കറുപ്പ, എന്റെ പെങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വട്ടം പൂർത്തിയാക്കാൻ നിന്റെ തുണയുണ്ടാവണം. ചേട്ടാ, വട്ടം തെന്നി പോകുന്നുണ്ട് ചേട്ടാ. അനിയത്തിക്ക് വട്ടം ഇട്ട് നോക്കാൻ വന്നപ്പോ ചേട്ടന് വട്ടം ചേരുന്നാ തോന്നുന്നേ. കറക്റ്റായിട്ട് കോർത്തല്ലോ. ആ, ചേർന്നു. സോറി ചേട്ടാ, നിങ്ങൾ വരച്ച വട്ടം ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൈപിടിച്ച് നേരെയാക്കിയത്. നമ്മൾ ആഗ്രഹിച്ച വിഷയം നടക്കൂന്നറിയില്ല, എന്നാലും ആഗ്രഹിക്കുമ്പോ നടക്കണ്ടേ, അതുകൊണ്ടാ. ഏട്ടാ, ഒന്ന് എണീക്ക്, ഞങ്ങളൊന്ന് ഇട്ട് നോക്കട്ടെ.
ഇനി താൻ വരച്ച ഉം. വാടാ. അല്ല മലരെ, നീ ഒന്ന് വരഞ്ഞേ. നിന്റെ ചേട്ടൻ ഒരു നല്ല പെണ്ണ് കിട്ടണമെന്ന്. എന്റെ ചേട്ടൻ നല്ലൊരു പെണ്ണിനെ കിട്ടി നല്ലോണം ജീവിക്കാൻ പറ്റണേ. സാമിയാടിയെ മയക്കി. ചേട്ടാ, അനിയ കൊടിവീര. സാമിയാടി ഇങ്ങനത്തെ കളി കളിക്കരുത് ചേട്ടാ. കറുപ്പൻ കണ്ണി കുത്തും. കറുപ്പാ, അല്ല മലരെ, റൗണ്ട് ഒന്നായി. നീ വിചാരിച്ചതുപോലെ തന്നെ ഒരു നല്ല പെണ്ണ് കിട്ടും നിന്റെ ചേട്ടന്. വാ പോകാം. ആ പെണ്ണ് കാണാൻ നല്ല ഭംഗിയല്ലേ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ അനിയത്ത് പോകുന്നതിന്റെ പുറകെ തന്നെ നീ പോരൂ. എടാ, നീ ഒരു മനുഷ്യനാണോ? അമ്പലത്തിലേക്ക് തൊഴാൻ വന്ന ആൾ എന്താണോ താങ്ങനെ അടിക്കുന്നേ? നീ ആരാ? നീ ആരാടാ? എനിക്ക് അമ്പലത്തിലെ മണി അടിക്കുന്ന പണി. ആ മണിയിൽ അടിക്കുമ്പോ നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചില്ല. അപ്പൊ ഞാൻ അടിക്കുമ്പോ നീ എന്തിനാ ചോദിക്കുന്നേ? പോടാ. വേണ്ട, വേണ്ട. ചേട്ടാ, നാട്ടിലെപ്പോഴും ആരെങ്കിലും അടിച്ചാലേ മതിയാവുള്ളൂ. അണ്ണനോ അക്യൂസ്ഡ് പോലെ ഉണ്ട്. വാ ചേട്ടാ പോകാം. വിടടി. അപകടം കൂടെ തന്നെ ഉണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ നോണ്ടാണ്ട് നൊങ്ങു തിന്നാൻ നോക്കുവാ. അപകടോടെ ഇരുന്നല്ലാണ് അത് അഴക്. എനിക്ക് അഴകും വേണ്ട, അതിന്റെ കൂടെ വരുന്ന അപകടവും വേണ്ട. എന്റെ പെങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നറിയാതെ നട്ടിട്ടും തിരിഞ്ഞു നിൽക്കാൻ ഞാൻ. അതിന്റെ ഇടയിൽ അവന്റെ ഒരു ദൈവത്തെ ഓർത്തൊന്ന് പോയതാ. നമ്മുടെ നാടിന്റെ മുൻ മുഖ്യമന്ത്രി കെ അച്യുതക്കുറുപ്പിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സെല്ലുകളിൽ ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 215 പ്രതികളെ വിട്ടയക്കുന്നു. അതിൽ നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിലുമുള്ള ജീവപര്യന്തം അനുഭവിക്കുന്ന 5 പേരെ വിട്ടയക്കുന്നു. അതിൽ കണ്ണൂർ പയ്യന്നൂരിൽ നടന്ന ഇരട്ട കൊലപാതക കേസിൽ ജീവപര്യന്തം അനുഭവിച്ചു വരുന്ന 710 നമ്പർ പ്രതി ET വേലായുധൻ. അടുത്തയാൾ തലശ്ശേരിയിലെ കൗൺസിലറെ വെട്ടിക്കൊന്ന കേസിൽ ജീവപര്യന്തം അനുഭവിക്കുന്ന 510 നമ്പർ പ്രതി ഗോവിന്ദനും. എന്താളിയാ ഇത്? നമ്മുടെ വർഗത്തിന്റെ അടയാളമാ? ഇല്ല ബാബാ, ഇത് നിങ്ങളുടെ സ്നേഹത്തിന്റെ അടയാളാ. അതെ, എന്റെ മരുമകൻ വേലായുധൻ വന്നാലുടനെ ആ വലിയ ശില വെക്കുന്നതിനെ പറ്റി നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. നീ തന്നെ തൊടാം. നമസ്കാരം മോനെ. മാമാ സുഹൃതനല്ലേ? മോനെ, നിന്നെ കൊണ്ടൊരു കാര്യം സാധിക്കണം. പറഞ്ഞോ, നടപടിയാക്കാന്നേ. അതെന്താന്ന് വെച്ചാലേ, നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ മുക്കിലല്ലേ അവിടെ ഒരു വലിയ ശില വെക്കാന്ന് വിചാരിക്കായിരുന്നു. വെറുതെ ഇരിക്കും മാമ. ഇപ്പോഴാണ് അകത്തുനിന്ന് പുറത്തേക്ക് വന്നാണത്. വീണ്ടും അകത്തേക്ക് എത്താനുള്ള വഴി ഉണ്ടാക്കാണോ? അതൊക്കെ പിന്നെ സംസാരിക്കാം. അതെ വേലേ, നിന്റെ ഏട്ടൻ വന്നിട്ടുണ്ട്, വേഗം വാ. ചേട്ടാ, മാറി നിക്കേ. സുഖല്ലേ മോളെ? നീയുള്ളപ്പോൾ എനിക്കെന്താ കുറവ്? അമ്മവാ, കാതുകുത്തിക്കാം. ആ, കുത്തിക്കോ. കരയില്ലേ, മാമനെ നോക്ക്. തരക്കേടില്ലല്ലോ. നിന്റെ ഏട്ടന്റെ മടിയിലിരുത്തി നിന്റെ മകൾക്ക് കാതുകുത്തിയില്ലേ? ഏയ്, എന്റെ ചേട്ടന്റെ ആടെവിടെ? ചേച്ചി, അതിപ്പോ ആടിനെ പോലെ അല്ല നിൽക്കുന്നേ, മാടിനെ പോലെ വളർന്നു. അത് അങ്ങനെ വെട്ടാൻ പറ്റില്ല. എന്ത് വെട്ടാൻ പറ്റില്ലെന്നോ? എന്റെ ചേട്ടൻ 5 വർഷം എനിക്ക് വേണ്ടി ജയിലിനകത്തിരുന്നതിന് സാക്ഷിയാണത്. വെട്ടാൻ പോകുന്നത് എന്റെ ചേട്ടൻ. പറ്റുമോ ഇല്ലയോന്ന് നീ നോക്ക്. വെട്ട് ചേട്ടാ. ആടിനെ കൊണ്ടുപോടാ.
പാണ്ഡി പച്ചിലെടുത്തോണ്ടോ. ശരി ഏട്ടാ. കുമര മഞ്ഞൾ വെള്ളം നൽകി. എല്ലാവരും മറിക്കേ. അത് കെട്ടിക്കട. പൊക്ക് പൊക്കടാ. പൊക്ക് പൊക്ക്. ഇനിയും പൊക്കടാ. കുറച്ചുകൂടെ 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 പൊക്കടാ. എന്റെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജയിലിലേക്ക് പോയിട്ട് വന്നിരിക്കുന്നത്. എന്റെ ചേട്ടനും എന്നെ പോലെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. എന്റെ ചേട്ടനൊരു നല്ല പെണ്ണിനെ കിട്ടാൻ വേണ്ടിയാണ് ഈ മുട്ട. എന്റെ ചേട്ടന് മാത്രം ഒരു നല്ല പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത വർഷം 2 ആടിനെ വെട്ടി പൊങ്കാലയിടാം. മണി അടിച്ചില്ലേ? ഒന്നും വിഷമിക്കണ്ട. നിന്റെ ചേട്ടന് വേണ്ടിട്ട് നമ്മുടെ ദൈവമല്ലേ ഒരു നല്ല പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. പറയാനല്ലേ പറഞ്ഞേ? അതെ, ആ ശങ്കറിന്റെ മകൻ ഇവിടെ കിടന്ന് ബേളം ഉണ്ടാക്കുക. നീ വന്നില്ലെങ്കിലേ കാര്യം വഷളാവും കേട്ടോ. അവന്റെ കൂടെ ആൾക്കാരുണ്ട്. നീ വേഗം വാ. എടാ, ഇത് എപ്പ പൊട്ടിക്കാനായിട്ടാ കെട്ടി തൂക്കിയിട്ടിരിക്കണത്? നിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയും നീ പെടാതിരിക്കാൻ വേണ്ടിയിട്ടും 10-15 പേരെ പടക്കം വെച്ച് കൊന്നില്ലടാ. ഇയാൾക്കൊരു മനുഷ്യനാണോ? പടക്കട പൊട്ടിത്തെറിക്കുന്ന അത്ര പുതിയ കാര്യമൊന്നും അല്ല. പണി എടുത്തെടുത്ത് പൊട്ടിയാനേ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്തേ പണി ചെയ്തോണ്ടിരിക്കുമ്പോ പൊട്ടിത്തെറിച്ചെന്നോ? പണി ചെയ്യുമ്പോ എവിടെ പൊട്ടു എങ്ങനെ പൊട്ടുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എടാ അധികാരം, നിന്നെ പറ്റി ആർക്കൊക്കെ പെറ്റീഷൻ കൊടുക്കണമെന്ന് ചെക്ക കൊടുത്തു കഴിഞ്ഞു. നിന്നെ അകത്ത് തള്ളാണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല.